വെൽക്കം ബാക്ക് ടു NINF ഫാഷൻ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് ചെയ്യാൻ പോകുന്നത്. 2 മോഡൽ ഹെയർ ബാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ക്യാൻ ലേസ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് വെച്ചിട്ട് ഇതൊരു 1 മീറ്റർ ലേസാണ്. 1 മീറ്ററിന് 40 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. അത് വെച്ച് നമുക്ക് 3 ഹെയർ ബാൻഡോളം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ 2 ഹെയർ ബാൻഡാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഞാനിവിടെ ബീഡ്സും ഗ്ലൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ക്യാൻ ലൈസ് എടുത്തിട്ട് സൈഡിൽ ഇതേപോലെ ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉള്ള ടാപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. പെൻ ടാപ്പ് അവൈലബിൾ ആണെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഇതിന് ശേഷം സെൻറ്ററിൽ കൂടി നമ്മൾ B7000 ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഹെയർ ബാൻഡിൽ നോക്കിയിട്ടാണ് കേട്ടോ അളവെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ വെച്ച് നോക്കിയിട്ട് ബാലൻസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റോൺ ലൈസ് ഒക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോൺ ലൈസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെൻറ്ററിൽ നമ്മൾ B7000 ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ മെല്ലെ മെല്ലെ ഇത് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് റാ പോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഗം വെച്ചിട്ട് ഒട്ടിച്ചൊട്ടിച്ച് പോകുന്നുണ്ട്. ശേഷം നമ്മൾ അവിടെ ഒരു സൈഡ് ബീഡ് ഹാഫ് ബീഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതാണിത്. മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി അനുസരിച്ച് പല മോഡലിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ലേസ് ഫ്ലവർ ലേസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് അട്രാക്റ്റീവ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ബീഡ്സ് വെച്ച് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു മോഡലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ കുറച്ചുകൂടിയൊക്കെ ബ്യൂട്ടിഫുൾ ആക്കാം കേട്ടോ. ഇത് നമ്മളിങ്ങനെ മറ്റേ സൈഡും എൻ ടാപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഫ്ലവർ ബീഡൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഹാഫ് ബീഡാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ദെൻ കുറച്ച് ഗ്ലേസിങ് ഉള്ള ടൈപ്പ് ഹാഫ് ബീഡും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സെയിം ഗം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തത്. ഞാനിതിൽ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നല്ലോണം ഒട്ടി നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു 2 ദിവസം കഴിഞ്ഞിട്ട് വേറെ മേക്കിംഗ് വീഡിയോസ് ഇടുമ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാം കേട്ടോ. നല്ലോണം ഒട്ടി നിന്നിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഹെയർ ബാൻഡ് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു. ശേഷം സെൻറ്ററിൽ മാത്രമായിട്ടാണ് കേട്ടോ ഞാൻ നല്ല ഗ്ലേസിങ് ഉള്ള ആ ഒരു ഹാഫ് ബീഡ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ദെൻ ഇനി ഞാൻ വേറൊരു ടൈപ്പ് ബീഡ് ഇതിൻ്റെ നടുവിൽ കൂടി വീണ്ടും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റോൺ ലേസ് ഉണ്ടെങ്കിൽ സ്റ്റോൺ ലേസ് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ ഹെയർ ബാൻഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക്. പക്ഷേ ഒരു കുഴപ്പം പറ്റിയിട്ടോ. നല്ല ഗ്ലേസിങ് ഉണ്ടായിരുന്ന ബീഡ് എന്ന് പറഞ്ഞില്ല, അതിൻ്റെ താഴെ ഗമ്മ് വന്നപ്പോൾ അത്ര ഗ്ലേസിങ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് മങ്ങിയ പോലെ ആയിപ്പോയി. അപ്പോൾ അങ്ങനത്തെ ബീഡ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ. പിന്നെ ഇനി നമുക്ക് അടുത്ത മോഡൽ കാണാം. അപ്പോൾ അതേ അളവിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ലേസ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1 മീറ്റർ കൊണ്ട് നമുക്ക് 2 നേരത്തെ ചെയ്ത മോഡലുള്ള ഹെയർ ബാൻഡ് ഒന്ന് ഇങ്ങനത്തേതും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ കാലങ്ങളോളം കേടാകാതെ നിൽക്കും കേട്ടോ. നല്ല സ്റ്റിഫായിട്ട് നിൽക്കും, കേടാകാതെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം കേട്ടോ.
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ പറ്റാറേ ഇല്ല വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ. അപ്പോൾ ആരും കാണാതിരിക്കല്ലേ. പിന്നെ നമ്മൾ ഇതേപോലെ കെട്ടിട്ട് കൊടുത്തു. ശേഷം നമ്മളൊരു ഫെൽറ്റ് ഷീറ്റിൻ്റെ പീസ് എടുത്തിട്ട് ഹെയർ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് നമ്മളിവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോ ഇതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിനു മുൻപ് മറ്റൊരു ഫെൽറ്റ് ഷീറ്റും അതേ അളവിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ. ദെൻ നമ്മൾ ബീഡ്സിൻ്റെ ഒരു ലെയർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. ഫ്ലവർ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഫ്ലവർ ബീഡും സൈഡിൽ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടുത്ത ഹെയർ ബാൻഡിൻ്റെ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഇതിൽ ഏത് ഹെയർ ബാൻഡാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് കാണാനും വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. താങ്ക് യു.